എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്ക് അയച്ചു തന്ന കൃഷ്ണാനുഭവമാണ്. വായിക്കാൻ വൈകി എങ്കിലും ക്ഷമിക്കുക. ഒരു റിട്ടയർഡ് പ്രൊഫസറെ അയച്ചു തന്ന കൃഷ്ണാനുഭവമാണ്. എല്ലാവരും കേൾക്കാൻ റെഡിയല്ലേ? ഈ സന്ധ്യാവേളയിൽ ഗുരുവായൂരപ്പ വന്ദനം, സർവം കൃഷ്ണാർപ്പണമസ്തു. 6 മാസമായി ത്രിമധുരത്തിൽ കൂടി എൻ്റെ അനുഭവം പങ്കിടാൻ ആഗ്രഹിച്ചു. എന്നാൽ എഴുതാൻ സാധിച്ചില്ല. ഇന്ന് അഷ്ടമിരോഹിണി. ഭഗവാൻ എന്നെ കൊണ്ട് എഴുതിച്ചുട്ടോ. ത്രിമധുരം ഗ്രൂപ്പിലുണ്ടെങ്കിലും ആരെയും പരിചയമില്ല. ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു പ്രൊഫസറാണ് കേട്ടോ. സ്വദേശം അടൂരാണ്. 6 മാസം കൂടുമ്പോൾ ഗുരുവായൂർക്ക് വരും. 2025 ഫെബ്രുവരിയിൽ വന്നപ്പോൾ ഉള്ള ഒരു അനുഭവം പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റയ്ക്കാണ് വന്നത്. വൈകിട്ടുള്ള സീനിയർ സിറ്റിസൺ ക്യൂ സമയം കഴിഞ്ഞിരുന്നു. അമ്പലത്തിൽ ജോലിയുള്ള ഒരാൾ ഒരു കൂപ്പൺ എടുത്തു തന്നിരുന്നു. 15 നമ്പർ എന്ന് പറഞ്ഞു. പക്ഷെ ഒരു വിധേനയും കൈപ്പറ്റാൻ കഴിയാത്തത്ര തിരക്ക്. ഒരുപാട് ശ്രമിച്ചു കേട്ടോ. റെക്കമെൻഡേഷൻ ഭഗവാൻ ഇഷ്ടമില്ല എന്ന് ഞാൻ അങ്ങനെ പഠിച്ചു. തിക്കും തിരക്കും കാരണം കണ്ണടയ്ക്ക് ഒരു ഹാൻഡ് ബാഗിലിട്ടു. ഒടുവിൽ അകത്ത് കയറി ചുറ്റമ്പലത്തിൽ ദർശനം ചെയ്തു ഒതുങ്ങി നിന്നു. വിഷണ്ണയായി പുറത്തിറങ്ങി. മുൻപിലുള്ള ഗണപതി കോവിൽ കയറി തേങ്ങ അടിക്കാൻ നോക്കി. തേങ്ങ വാങ്ങി അകത്ത് കയറി. 9 മണിയാണ് സമയം. 2 ആളുകളെ അവിടെയുള്ളൂ. തേങ്ങ ഉടഞ്ഞു വീഴുന്ന ടാങ്ക് ഫുള്ളായിരുന്നു കേട്ടോ. ഒന്നെറിഞ്ഞു, തേങ്ങ പൊട്ടിയില്ല. വീണ്ടും ഒരു വട്ടം കൂടി, പൊട്ടിയില്ല. വിഷമമായി തിരിഞ്ഞു നോക്കി. അവിടെ നിന്നവരെ ആരെയും കാണുന്നില്ല. അങ്ങനെ തേങ്ങ കയ്യിലെടുത്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു വ്യക്തി മുന്നിൽ നിൽക്കുന്നു. എന്തേ തേങ്ങ ഉടഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഇങ്ങ് തരൂ എന്ന് പറഞ്ഞു. എന്നാൽ സ്വയം അല്ലേ ഉടയ്ക്കേണ്ടത്? സംശയമായി. എങ്കിലും കൊടുത്തു. ആള് നല്ല നേവി ബ്ലൂ ഷർട്ടൊക്കെ ഇട്ട് നീറ്റായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത ആളാണ്. എന്നാൽ മുഖത്തിൻ്റെ രൂപം എനിക്ക് പിടികിട്ടുന്നില്ല. പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് കേട്ടോ. ടാങ്ക് ഫുള്ളായത് കൊണ്ടാണ് തേങ്ങ ഉടയാഞ്ഞത് എന്ന് എന്നോട് പറഞ്ഞു. മറ്റൊന്നും സംസാരിച്ചില്ല. ആരാണെന്നോ എന്താണെന്നോ ഒന്നും ചോദിച്ചില്ല. തേങ്ങ എറിഞ്ഞു. ഒരു പ്രാവശ്യം ഉടഞ്ഞില്ല. വീണ്ടും എറിഞ്ഞു. തേങ്ങ പൊട്ടി. അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് എനിക്ക് തന്നിട്ട് പറഞ്ഞു, തിന്നോളൂ, ഞാൻ വാങ്ങിക്കഴിച്ചു. ഒരു താങ്ക്സ് പറയാൻ കഴിയുന്നതിന് മുമ്പേ ആ മനുഷ്യൻ അപ്രത്യക്ഷമായി. ഞാൻ ഗേറ്റിന് അഭിമുഖമായി നിന്നിരുന്നു. പക്ഷേ ആ ആൾരൂപം ഇതിലേ പോയെന്ന് കണ്ടില്ല കേട്ടോ. അപ്പോൾ ഒന്നും തോന്നിയില്ല. പക്ഷെ ഒരു പരിചയമില്ലാത്ത ഒരാൾ എനിക്കായി എവിടുന്ന് ഒന്നും ചോദിച്ചില്ല. പിന്നീടാണ് മനസ്സിലായത്, ഭഗവാൻ പല രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നല്ലേ ഗുരുവായൂരിൽ. അതും രാത്രി സമയമാണ്. എനിക്ക് സഹായത്തിന് ആരും ഇല്ല എന്ന് ഭഗവാന് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ വന്ന് എന്നെ സഹായിച്ചു എന്ന് തന്നെ പറയാല്ലേ. എന്ത് തോന്നുന്നു? അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയാണ് കേട്ടോ. ഗുരുവായൂർ അങ്ങനെയാണ്. ഗുരുവായൂരപ്പ ഭക്തരോട് കാണാൻ എപ്പോഴും ഒരു കരുണ ഉണ്ടാവും, ഒരു സംശയമില്ല. അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുക കേട്ടോ കൃഷ്ണാനുഭവം. പിന്നെ ഒരുപാട് പേര് അയച്ചു തന്നതിൻ്റെ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ബട്ടണിലൂടെ യൂട്യൂബിൽ വരാം. പിന്നെ ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ വരാം. എല്ലാ മാസവും 7 ദിവസം കൃഷ്ണവിഗ്രഹം സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം വേറെ വിശേഷമൊന്നുമില്ലല്ലോ.